എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏത്തപ്പഴവും മുട്ടയും വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 ഏത്തപ്പഴവും 2 മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് 2 ഏത്തപ്പഴവും 2 മുട്ടയുമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലികളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതേ രീതിയിൽ പഴുത്താൽ മതിയാകും. നന്നായിട്ട് പഴുത്തതാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. എനിക്കിപ്പോൾ വളരെ അധികമൊന്നും പഴുത്ത് പോയിട്ടുള്ളതല്ല, എങ്കിലും ഇത് കുഴപ്പമില്ല. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലികളൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഏത്തപ്പഴം വെച്ചിട്ട് ഒരുപാട് റെസിപ്പികളുണ്ട്. എന്നാൽ ഈ പലഹാരം വളരെ ചുരുങ്ങിയ തോതിൽ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഇത് രണ്ടും നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാനിത് മുഴുവനായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 മുട്ടയാണ്. നമുക്ക് ഈ മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ ഞാൻ 2 മുട്ടയും ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പീരയാണ്. ഇത് ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണ്. 2.5 ടീസ്പൂൺ തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങ എത്ര കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ 2.5 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഇത് മാറ്റാം. ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. ഇത് കണ്ടോ, ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടേണ്ടത്. നമ്മളിതിനകത്ത് അരിപ്പൊടിയോ റവയോ മൈദയോ യാതൊന്നും ചേർക്കുന്നില്ല. ഈ ഏത്തപ്പഴം കൊണ്ട് മാത്രമാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരല്പം നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നെയ്യ് ചേർക്കാമെങ്കിൽ ഈ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഓരോ തവി കോരി ഒഴിക്കാം. ഒരുപാട് വലിപ്പത്തിൽ ഉണ്ടാക്കരുത്.
ചെറുതായിട്ട് തന്നെ നമുക്കൊരു മൂന്നെണ്ണം ഇതിനകത്ത് ഒഴിച്ചെടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മറിച്ചിടുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. കാരണം ഇതിൽ നമ്മൾ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദയോ യാതൊന്നും ചേർക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു കട്ടി കാണുകയില്ല. അപ്പോൾ ചെറുതായിട്ട് തന്നെ ചുട്ടെടുത്താൽ മതി. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്, ഹോളൊക്കെ വന്ന് കണ്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ് ഈ പലഹാരം, നല്ല മധുരമാണ്, കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കഴിക്കും. അധികം സമയമൊന്നും വേണ്ട ഇത് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് കണ്ടോ, ഇതിൻ്റെ മറുവശവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഈ പലഹാരം. ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണി പലഹാരമായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വിശന്ന് വരുന്ന സമയത്തൊക്കെ ഓരോന്നും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് തന്നെ ഈ ഭക്ഷണം കഴിച്ചുകൊള്ളൂ. അടുത്തത് കൂടി നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്. ഇത് നല്ല പോഷക ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഇതിനകത്ത്. ഏത്തപ്പഴമായിട്ട് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ദോശ കലക്കി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിഷ്ടം പോലെ ഇത് കഴിക്കും. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. നമ്മളിതിനകത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ യാതൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് പോലും കണ്ട ഈ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് അരച്ചാൽ ഉടനെ തന്നെ ചുട്ടെടുക്കുന്നതുമാണ്. നല്ല ടേസ്റ്റിയാണിത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ വീഡിയോ കൂടുതൽ നന്നാക്കിയെടുക്കുവാൻ പറ്റുന്നത്. നല്ല കമൻ്റ് ആണെങ്കിലും മോശം കമൻ്റ് ആണെങ്കിലും ഞാനത് നന്നായിട്ട് സ്വീകരിക്കും. നല്ലതിനെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ നന്നാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.